അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന നൈറ്റ് ടൈമിലെ സ്കിൻ കെയർ റൊട്ടീനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നൈറ്റ് കെയർ സ്കിൻ റൊട്ടീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ മാക്സിമം ബാക്ക്വേർഡ്സ് ആയിട്ട് പുള്ളി ചെയ്ത് വെക്കണം. വേറൊന്നുമല്ല, നമ്മുടെ മുഖത്ത് ഫേസ് വാഷ് ഇടുമ്പോൾ സ്കിന്നിലോട്ട് ഹെയർ വരാണ്ടിരിക്കാനാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റെയിലിൻ്റെ നയാസിനമൈഡ് ആൻഡ് സാമോലിൻ എക്സ്ട്രാക്റ്റ് വരുന്ന ഫേസ് വാഷാണ്. ഞാൻ ഒരു ഫേസ് വാഷ് മോയ്സ്ചറൈസർ സ്കിൻ കെയർ കോംബോ ആണ് വാങ്ങുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ആദ്യമായിട്ട് ഒരു കോയിൻ സൈസ്ഡ് എമൗണ്ട് ജെല്ല് കുറച്ചെടുത്ത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യണം. കയ്യിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഫേസ് വാഷ് ചെയ്ത ശേഷം കയ്യിലേക്ക് നേരത്തെ ഇട്ട് അതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കൈ കഴുകി ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കയ്യിലിപ്പോൾ ഈ ഒരു ഇതാണ് ഫേസ് വാഷ് ആക്ടിവേറ്റ് ആകുന്നത്. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും ബാക്കിലോട്ട് പുള്ള് ചെയ്ത് ചെയ്യണം. മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ലെറ്റ് ഇറ്റ് ഡ്രൈ. ഓക്കെ, ഡ്രൈ ആവുന്ന വരെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക്വേർഡ്സ് പുള്ള് ചെയ്ത് മസാജ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗ് ആവുന്നതാണ്. ഈ ടിപ്പ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്ലംനെസ് കാണാം. അതിൻ്റെ അകത്ത് നമ്മുടെ ഫേസ് വാഷ് സ്കിന്നിൽ അബ്സോർബ് ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയതാണ്. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നമ്മൾ നല്ല രീതി വാഷ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ് ഇറ്റ് ഡ്രൈ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ടവലിട്ട് വൈപ്പ് ചെയ്യരുത്. നമുക്ക് ആ ഒരു ഡ്രൈ ആവുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യണം. ക്ഷമയാണ് ശരിക്കും സ്കിൻ കെയർ, അല്ലാണ്ട് പെട്ടെന്ന് ചെയ്യുന്നതല്ല സ്കിൻ കെയർ. ലെറ്റ് ഇറ്റ് ഡ്രൈ. ഓക്കെ, ചേടാ. അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത്? മോയ്സ്ചറൈസർ. നമുക്ക് പോയി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഫോക്സ്റ്റെയിലിൻ്റെ തന്നെ പ്യുർ ബ്ലിസ് നൗറിഷിംഗ് മോയ്സ്ചറൈസർ. ഇതിനകത്തും നയാസിനമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് പ്ലസ് കോക്കം ബട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് 2 ഫിംഗർ റൂൾ വെച്ചിട്ടാണ്. ശരിക്കും ഇതിനകത്ത് ഇല്ല. അപ്പോൾ 2 ഫിംഗർ റൂൾ വരുമ്പോൾ എനിക്കറിയില്ല. ഓക്കെ, ഓക്കെ, 2 ഫിംഗേഴ്സിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് കുറച്ച് നമ്മൾ നെക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. എന്നിട്ട് നമ്മളിത് നല്ല രീതിക്ക് ഇതും നമ്മുടെ ബാക്ക്വേർഡ്സ് നമുക്ക് മസാജ് ചെയ്യും. നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രി ഏറ്റവും നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലിപ് കെയർ ആണ്. അപ്പോൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ലിപ് ബാമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങി
രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലിപ്സിൽ വരുന്ന ക്രാക്കും ഡ്രൈനെസ്സും ഒക്കെ കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ലിപ് കെയർ വേണ്ട ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഹിമാലയയുടെ വെറും 40 റുപ്പീസ് എന്ന ലിപ് ബാമാണ്. ഇതിൻ്റെ റിവ്യൂ പറയാൻ ഞാൻ ആളാണെന്ന് അറിയില്ല, ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് പറയുകയാണ്. നമ്മൾ ജസ്റ്റ് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ക്രാക്ക് ഡ്രൈനെസ് ഒക്കെ നല്ല രീതിയിൽ കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആവുന്നതിന് ഏറ്റവും സൊല്യൂഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാവരും സ്കിന്നെന്ന് വെച്ചാൽ ഫേസ് മാത്രമാണ് നമ്മൾ കഴിയുന്നത്, ബട്ട് നമ്മുടെ ബോഡി ഫുള്ള് സ്കിന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോഡി കെയർ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബോഡി കെയറിന് കുറച്ച് മോയ്സ്ചറൈസിങ് ലോഷൻ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ N4Nന്റെ മാംഗോ ബട്ടർ ആൻഡ് മൊറിംഗയുടെ മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആദ്യം കുറച്ച് കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ 2 ഹാൻഡ്സിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ്സിലും ലെഗ്സിലും ഒക്കെ നമ്മൾ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് ആ എഫക്റ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നൗറിഷ് ചെയ്യും. നമ്മുടെ ആ ഒരു ഡ്രൈനെസ്സും ഇച്ചിങ്ങും എല്ലാം നമ്മുടെ മോയ്സ്ചറൈസിങ് ലോഷൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നതാണ്. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ എൻ്റെയർ നൈറ്റ് ടൈം സ്കിൻ കെയർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മാതൃകയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ചിലവർക്ക് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. എനിക്ക് ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുമ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം. നല്ല പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ പ്രൊമോഷനായിട്ട് ഒന്നും പറയുന്നതല്ല. നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എഫക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അല്ലാണ്ട് തന്നെ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. See you all in the next video. Bye bye.